ബിഗ് ബോസ് മലയാളം സീസൺ 8 എപ്പോഴാണ് ചേച്ചി? ഓഗസ്റ്റിലാണോ വരുന്നത്? അത് സെപ്റ്റംബറിലാണോ? എപ്പോഴായിരിക്കും? പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊക്കെ കൊണ്ടുവരുന്നില്ലേ? ആരൊക്കെയാണ് ഈ സീസണിൽ വരാൻ പോകുന്നത്? അത് മാത്രമല്ല, നമ്മുടെ സ്പ്ലിറ്റ്സ് വില്ല 16 അവസാനിച്ചിരിക്കുകയാണ്. കൈറയും ഗുല്ലു വിന്നർ ആയിരിക്കുകയാണ്. ഡിസർവിങ് വിന്നർ തന്നെയാണ്. പക്ഷെ എന്തിനായിരുന്നു ഈ വോട്ടിങ്? അതിൻ്റെ ആവശ്യമുണ്ടോ? ഓക്കെ, പ്രൊഡിക്ഷൻ ലിസ്റ്റിനെ കുറിച്ച് സംസാരിക്കാം. ഓപ്പണിങ്സ്, ബിഗ് ബോസ് മലയാളത്തിലേക്ക് ഓപ്പണിങ്സ് അവർ വിളിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കാം. ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. പ്രൊഡിക്ഷൻ ലിസ്റ്റ് എപ്പോഴായിരിക്കും എല്ലാം സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എന്തായിരുന്നാലും മലയാളം ബിഗ് ബോസിനെ കുറിച്ച് ആദ്യം സംസാരിക്കാം. ബിഗ് ബോസ് കഴിഞ്ഞ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എത്ര ആൾക്കാരാണ് സ്പ്ലിറ്റ്സ് വില്ലയെ കുറിച്ച് ചോദിച്ചേക്കുന്നത്. എന്തായാലും അതിലേക്ക് വരാം കേട്ടോ. സ്പ്ലിറ്റ്സ് വില്ലയാണ് എൻ്റെ മെയിൻ ടോപ്പിക്ക്. മലയാളം ബിഗ് ബോസിനെ കുറിച്ച് സംസാരിച്ചിട്ട് വരാം. അപ്പോൾ എന്തായിരുന്നാലും മലയാളം ബിഗ് ബോസിലേക്ക് ബിഗ് ബോസ് എപ്പോഴായിരിക്കും? ഓഗസ്റ്റ് സെപ്റ്റംബർ ആ സമയത്തൊക്കെ തന്നെ ആവാനാണ് ചാൻസ് കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേറെ അപ്ഡേറ്റ്സുകളൊന്നുമില്ല. ഓപ്പണിങ്സ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല മേഖലയിലേക്കും ഇതിൻ്റെ ടീമിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് പേര് ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് എന്നോട് മെസ്സേജൊക്കെ അയച്ചു, ചേച്ചി അതിനെന്ത് ചെയ്യണം, ഇതിനെന്ത് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ മെയിൽ ചെയ്യുക, അത്രേ ഉള്ളൂ. എന്താണോ നിങ്ങളുടെ താല്പര്യം നിങ്ങൾ മെയിൽ ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അവർക്ക് മെയിൽ ചെയ്യുക. കുറേ ഡൗട്ടുകളൊക്കെ ഉണ്ട്, എനിക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. നിങ്ങൾ അവരെ തന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് മെയിൽ ചെയ്യുക. കുറേ ആൾക്കാർക്ക് ഇതിനകത്ത് കയറണമെന്നുണ്ട്. അതായത് ഇതിൻ്റെ ടീമിനകത്ത് കയറണം. കുറേ പേർക്ക് എനിക്ക് ഐഡിയാസ് ഉണ്ട് ചേച്ചി, എനിക്ക് പക്ഷേ ഇതിനകത്ത് ടാസ്ക് ഐഡിയാസ് ഉണ്ട്, എനിക്ക് അതിനകത്ത് കയറണമെന്നുണ്ട്. നിങ്ങൾ ഡയറക്റ്റ് മെയിൽ ചെയ്യുക. അവരെന്തായാലും ഇപ്പോൾ അവരെടുക്കുന്ന സമയമാണ്, റിക്രൂട്ടിംഗ് ടൈമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയട്ടെ. ബിഗ് ബോസിൻ്റെ ടീമിനകത്ത് കയറാൻ വേണ്ടിയിട്ടുള്ളത് നടക്കട്ടെ. അപ്പോൾ പ്രൊഡിക്ഷൻ ലിസ്റ്റിനെ കുറിച്ച് കുറേ പേര് ചോദിക്കുന്നുണ്ട്. പ്രൊഡിക്ഷൻ ലിസ്റ്റിന് സമയമായി വരുന്നേ ഉള്ളൂ. എന്തായാലും ജൂൺ ആവാൻ പോകുന്നു, സ്കൂളൊക്കെ തുറക്കാൻ പോകുന്നു. അപ്പോൾ എന്തായിരുന്നാലും പ്രൊഡിക്ഷൻ ലിസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കാം. ഇപ്പോൾ എന്തായാലും ഓൾറെഡി നമ്മുടെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് പ്രൊഡിക്ഷൻ ലിസ്റ്റൊക്കെ. അതായത് കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ ഇവരെ പണ്ട് തൊട്ടേ പറയുന്ന ആൾക്കാർ ഇപ്പോഴും പ്രൊഡിക്ഷൻ ലിസ്റ്റിലുണ്ട്. അപ്പോൾ അവരൊക്കെ വരട്ടെ, ചാൻസുകളുണ്ട് അവർക്കൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഹസ്ബൻഡ് ഷെബീസ്, പുള്ളിക്കാരനും നമ്മുടെ ഈ സീസൺ തൊട്ട് ബിഗ് ബോസിൽ പുള്ളിക്കാരൻ്റെ ഒരു വ്യൂ പോയിന്റിലുള്ള കാര്യങ്ങളൊക്കെ പറയാം, ബിഗ് ബോസിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്യാം. ഒന്നുമില്ല, ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ്റെതായിട്ടുള്ള വ്യൂ പോയിന്റുകളും പുള്ളിക്കാരൻ്റെതായിട്ടുള്ള കുറേ തോട്ട്സ് ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഷെബീസും എങ്ങനെയാണ് നമ്മുടെ ബിഗ് ബോസിനെ കാണുന്നത്. എൻ്റെ അടുത്തൊക്കെ സംസാരിക്കും കേട്ടോ. എൻ്റെ അടുത്ത് സൂപ്പറായിട്ട് സംസാരിച്ച് അങ്ങനെ. പക്ഷേ പുള്ളിക്കാരന് ഇത് നിങ്ങളോടും കൂടി ഇനി അത് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും മലയാളം ബിഗ് ബോസിനെ കുറിച്ച് അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമ്മുടെ സ്പ്ലിറ്റ്സ് വില്ലയെ കുറിച്ചിട്ടാണ്. കൈറയും ഗുല്ലുവും നമ്മുടെ സീസൺ 16 സ്പ്ലിറ്റ്സ് വില്ല വിന്നർ ആയിരിക്കുകയാണ്. കൺഗ്രാജുലേഷൻസ്, ഡിസർവിങ് വിന്നേഴ്സ് തന്നെയാണ്. അവരായിരുന്നു ഈ സീസണിലെ ത്രൂ ഔട്ട് എല്ലാ ടാസ്കുകളും നല്ല അടിപൊളിയായിട്ട് ടാസ്ക് പെർഫോം ചെയ്ത ആൾക്കാർ. കയറൊക്കെ ഒരു തവണ തോറ്റിട്ടുള്ളൂ, അതായത് ടാസ്കിൽ മോശമായിട്ടുള്ളൂ. ബാക്കി എല്ലാ തവണയും കയറ നല്ല രീതിയിൽ പോയിട്ടുണ്ട്. ഗുല്ലും നല്ല രീതിയിൽ തന്നെ എല്ലാ ടാസ്കുകളും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തിനായിരുന്നു വോട്ടിങ്? ഇത്രയും നന്നായിട്ട് ഈ സ്പ്ലിറ്റ്സ് വില്ലയൊക്കെ നമ്മൾ 10-16 വർഷമായിട്ട് കാണാൻ തുടങ്ങിയതാണ്. കിങ് ആൻഡ് ക്വീനാണ് ഈ സ്പ്ലിറ്റ്സ് വില്ല. കപ്പിൾ റിയാലിറ്റി ഷോയാണ്. കിങ് ആൻഡ് ക്വീൻ കോൺസെപ്റ്റിലാണ് ഈ സ്പ്ലിറ്റ്സ് വില്ല പോകുന്നത്. എല്ലാവരും ഓരോ എപ്പിസോഡിലും ടാസ്കുകൾ കളിച്ച് അതിനകത്ത് ജയിച്ച് സേവ് ആവും. സ്വന്തം ടാസ്ക് ജയിച്ച ആൾ സേഫാണ്, മനസ്സിലായ? എന്നിട്ട് അവർ പല സ്ട്രാറ്റജീസും അൺലക്കി ഒക്കെ വെച്ചിട്ട് പല പണികളൊക്കെ ചെയ്ത് അവരെ അങ്ങോട്ട് വിളിച്ച് അങ്ങനെയാണ് അവർ ഒരാളെ പുറത്താക്കുന്നത്. അല്ലാതെ വോട്ടിങ്ങിലൂടെ അല്ല പുറത്താക്കുന്നത്, മനസ്സിലായി? അങ്ങനെ കളിച്ച് അവസാനം വരെ എത്തി. സെമി ഫിനാലെയും കഴിഞ്ഞ് ഫിനാലയിൽ കഷ്ടപ്പെട്ടെത്തിയിട്ട് അവസാനം വോട്ടിങ്. എന്തിന്? നിങ്ങളുടെ കളിയല്ലേ ഇത്? മേക്കേഴ്സിൻ്റെ വമ്പൻ കളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം, അവർക്ക് ഗുല്ലു വേഴ്സസ് യോഗേഷ് വെക്കണം, അതാണ്. അല്ലെങ്കിൽ നോക്കിക്കേ നിങ്ങൾ, ഗുല്ലു കയറ 16 മിനിറ്റിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ്സ് ഞാൻ പറയുന്നില്ല, മിനിറ്റ് പറഞ്ഞതാണ്. 16 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്തു, ഫസ്റ്റ് വന്നു. ഇനി അവർ 16 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യാണ്ട് അവർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്, അതാണ് അവർ ജയിച്ചത്. 38.4 മില്യൺ വോട്ട്സ് ആണ് അവർക്ക് കിട്ടിയത്. ഓക്കെ, ഇനി അവർ 16 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്തില്ലെന്ന് വെച്ചോ, അവർ 30 മിനിറ്റ് എടുത്ത്, നിങ്ങൾ അവരെ വിന്നറാക്കൂ? ഞാൻ ചോദിക്കുന്നതാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ അവരെ വിന്നറാക്കും. അപ്പം എന്ത് ഫെയർ ഗെയിമാണ് അതിനകത്തുള്ളത്? ഭാഗ്യത്തിന് കയറയ്ക്കും ഗുല്ലുവിനും അവർ കംപ്ലീറ്റ് ചെയ്തു. ഇനി അത് കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നെങ്കിലോ? എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം, ടെയ്ൻ ആൻഡ് സാൻഡി അവർ 4ാമത്തെ പൊസിഷനിലേക്കാണ് പോയേക്കുന്നത്. അവർ 2ാമത് നിൽക്കേണ്ട ആൾക്കാരാണ്. ഗുല്ലുവിൻ്റെയും കയറയുടെയും കൂടെ നിൽക്കേണ്ടത് ടെയ്നും സാൻഡിയാണ്. കാര്യം, അവരാണ് സെക്കൻഡ് പൊസിഷനിൽ വരേണ്ടത്. നല്ല
നല്ല ടാസ്ക് ആയിരുന്നു. ഗ്രാൻഡ് ഫിനാലത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ കടുകട്ടി ടാസ്ക് ആയിരുന്നു. നല്ല കഷ്ടപ്പെട്ടിട്ടാണ് അവർ കംപ്ലീറ്റ് ചെയ്തത്. നല്ല ആ ബ്രിഡ്ജിൽ കൂടെ, ഇങ്ങനെയുള്ള ബ്രിഡ്ജിൽ കൂടെ എങ്ങനെയാണ് നമ്മൾ നടക്കുന്നത്, നല്ല രീതിയിൽ തന്നെ ടെയ്നും സാൻഡി അത് പെർഫോം ചെയ്തു. എന്നിട്ട് 23 മിനിറ്റിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ അവർക്ക് കിട്ടിയ വോട്ട് വെറും 1.5 മില്യൺ വോട്ടേ അവർക്ക് കിട്ടിയുള്ളൂ വോട്ടിങ്. ലാസ്റ്റ് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഗ്രാൻഡ് ഫിനാലയുടെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് അപ്പോൾ വോട്ടിംഗ് ആരംഭിക്കുക. എന്നിട്ട് ഒരു ദിവസം ഗ്യാപ്പ് വെച്ചിട്ട് ഗ്രാൻഡ് ഫിനാലയുടെ ഷൂട്ടിംഗ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞിട്ട്, ഗ്രാൻഡ് ഫിനാലയുടെ എപ്പിസോഡ് ഷൂട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണിക്കുക, അതാ നമ്മൾ വോട്ടിംഗ് വെച്ചേക്കുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യുക. നിങ്ങൾക്കറിയാം അങ്ങനെ വോട്ടിംഗ് വെച്ചാൽ യോഗേഷ് വരില്ല എന്നുള്ളത്. ഭയങ്കര കളിയാണ് കളിച്ചേക്കുന്നത് കേട്ടോ. എന്നിട്ട് ഈ ടെയ്നും സാൻഡിനെ 4ാമത്തെ പൊസിഷനിൽ. യോഗേഷ് ശരിക്കും 27 മിനിറ്റ് എടുത്തു കംപ്ലീറ്റ് ചെയ്യാൻ. യോഗേഷ് നന്നായിട്ട് കളിക്കുന്ന ഒരു പയ്യനായിരുന്നു, നന്നായിട്ട് ടാസ്ക് ഒക്കെ ചെയ്യും. റോഡീസിലും അതേപോലെ തന്നെ ഗുല്ലുവിൻ്റെ ഒപ്പം തന്നെ നിന്ന പയ്യനാണ്. പക്ഷേ എന്ത് ചെയ്യാം, ഇതിനകത്ത് അൺലക്കി ആയിപ്പോയി. ഒരുപാട് ടൈം എടുത്തു. അങ്ങനെ 27 മിനിറ്റ് എടുത്തു. പക്ഷേ വോട്ട് കിട്ടി. 19 മില്യൺ വോട്ട് കിട്ടി. അങ്ങനെയാണ് യോഗേഷ് 2ാമത് വന്നത്. പിന്നെ അത് കഴിഞ്ഞ് 3ാമത് വന്നത് സൗരഭ് നിഹാരിക. 37 മിനിറ്റ് എടുത്തു. 17 മില്യൺ വോട്ട് കിട്ടിയോണ്ട് 3ാമതെത്തി. എന്നിട്ട് 2ാമതെത്തിയ ആൾ വോട്ട് കുറവ് കാരണം 4ാമതും. അത് ഭയങ്കര അൺഫെയർ അല്ലേ? എനിക്ക് അവിടെ ഒരു അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്തു. സത്യം പറഞ്ഞാൽ വോട്ടിങ്ങിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. പക്ഷേ ഇത് മേക്കേഴ്സിൻ്റെ ഒരു കളി അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഹോട്ട്സ്റ്റാറിലൊക്കെ ആൾക്കാർ ഇങ്ങനെ കുമിഞ്ഞ് വോട്ടിങ്ങിന് വേണ്ടി കയറണം. അല്ലെങ്കിൽ അവർക്ക് ഗ്രാൻഡ് ഫിനാലയുടെ ഷൂട്ട് കഴിഞ്ഞ് ഗ്രാൻഡ് ഫിനാലെ അവർക്ക് അവരുടെ ടാസ്ക് കഴിഞ്ഞിട്ട് കാണിച്ചാൽ പോരെ. അതൊക്കെ ഉണ്ട്. പിന്നെ നല്ല ബ്ലോക്ക് ബസ്റ്റർ സീസൺ ആയിരുന്നു കേട്ടോ സ്പ്ലിറ്റ്സ്വില്ല 16. ഇഷ്ടം പോലെ കോൺട്രോവേഴ്സി ഉണ്ടായിരുന്നു. നെഗറ്റിവിറ്റിയുടെ ഒടുക്കത്തെ സീസൺ ആയിരുന്നു. ഭയങ്കര കോൺട്രോവേഴ്സി. ആ ലാസ്റ്റത്തെ ഗ്രാൻഡ് ഫിനാലെ നിങ്ങൾ കണ്ടില്ലേ? ആടിയും വഴക്കും ബഹളവും എൻ്റെ അമ്മേ അങ്ങോട്ട് പിടിക്കണു ഇങ്ങോട്ട് പിടിക്കണു ഇടിയൊക്കെ ആയിരുന്നു. ഇന്നലെ കഴിഞ്ഞതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ആര് എന്ത് എങ്ങനെയുള്ള രീതിയിലായിരുന്നു. എന്തായിരുന്നാലും ഈ സീസൺ മൊത്തം ഈ മേക്കേഴ്സ് കളിച്ച കളിയെന്ന് പറയുന്നത് കുറച്ച് പേരെ മാത്രമേ അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ളൂ. ബാക്കി പകുതി പേര് എന്തിനാണോ എന്ന് വന്നത്. കാര്യം നിങ്ങൾ ഫിനാലയിൽ വന്ന ഒരു പകുതി ആൾക്കാരെ നിങ്ങൾ എന്തിനാണ്, അവരുടെ പേര് പോലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. കാര്യം ഇപ്രാവശ്യത്തെ സീസൺ 16 എഡിറ്റ് ചെയ്തേക്കുന്നത് ഗുല്ലു, കൈറ, യോഗേഷ്, ആകാൻഷ, അങ്ങനെ കുറച്ച് പേരുടെ, പിന്നെ കുറച്ച് പേര് ഇവരുടെ സൈഡ് സപ്പോർട്ടിങ് റോളും. ഇങ്ങനെയാണ് ഓരോ എപ്പിസോഡും ഇവരെ ചുറ്റിയാണ് പോയേക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ എന്തിനു വേണ്ടി വന്നതെന്ന് ആർക്കറിയാം. പിന്നെ മേക്കേഴ്സാണ് ഇതിനകത്ത് കളിച്ചേക്കുന്നത്. വലിയൊരു കളി മേക്കേഴ്സാണ് കളിച്ചേക്കുന്നത്. ഇവർ ഈ സ്പ്ലിറ്റ്സ്വില്ലയിലേക്ക് വന്ന കണ്ടസ്റ്റൻസ് ഒക്കെ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങിലൂടെ തന്നെയാണ് വന്നത്. പക്ഷേ ഇവരുടെ പ്ലാനിങ്ങിനെ കടത്തിവെട്ടും മേക്കേഴ്സ്. പിന്നെ ഈ സീസണിലെ രാജ്ഞി, രാജാവല്ലായിരുന്നു, ഈ സീസണിൽ രാജ്ഞിയാണ്, നമ്മുടെ ആകാംക്ഷയാണ് രാജ്ഞി. അത് നമ്മുടെ വിഷമം കൊണ്ട് അത് സിമ്പതി കാർഡാണ് ഏറ്റവും വലിയ കാർഡ്. അതിൽ കിട്ടുന്ന സപ്പോർട്ടുള്ളത് അത് ഭയങ്കരമാണ്. അപ്പോൾ ആകാംക്ഷയ്ക്കാണ് ഈ സീസണിലെ രാജ്ഞിയായി മാറിയിരിക്കുന്നത്. ഇത് ഈ 2 ലക്ഷം എന്തൊക്കെ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ ഇപ്പോൾ 3 മില്യൺ 4 മില്യണിലേക്കൊക്കെ പോവുകയാണ്. വൈകാതെ തന്നെ ഇവരെയൊക്കെ നമുക്ക് ബിഗ് ബോസിനും കാണാൻ സാധിക്കും. അതിൻ്റെ പ്ലാനിങ് തന്നെയായിരുന്നു. യോഗേഷിനും ആ പ്ലാനിങ് തന്നെയായിരുന്നു. യോഗേഷിൻ്റെ കാര്യം ഒന്നും പറയണ്ട. ഗ്രാൻഡ് ഫിനാലിൽ എന്തൊക്കെയാണ് നടന്നത്, എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്, നിങ്ങൾക്ക് കണ്ടവർക്ക് അറിയായിരിക്കും. എനിക്ക് സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇതെല്ലാം അവിടെയുള്ള എല്ലാവർക്കും യോഗേഷിനെയും ആകാംക്ഷയുടെയും കാര്യം അറിയാമായിരുന്നു. സത്യം കാര്യം സൂസൻ ആ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഈ സ്പ്ലിറ്റ്സ്വില്ല കാണാത്തവർ പൊക്കോളൂ കേട്ടോ. ഞാൻ ബാക്കിയുള്ളവരോട് പറഞ്ഞത്, അവിടെയുള്ള എല്ലാവർക്കും ഗുല്ലുവിനറിയാം, കയറയ്ക്ക് അറിയാം, നിഹാരികയ്ക്ക് അറിയാം, സൗരഭിനറിയാം, എല്ലാവർക്കും കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ എല്ലാവരും അയ്യോ പറയല്ലേ പക്ഷെ സംഭവം പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ അവിടെ എല്ലാവരും കണക്കാണ്. എല്ലാവരുടെ ഭാഗത്തും മിസ്റ്റേക്കുകളുണ്ട്. എല്ലാവരും കണക്കാണ്. ഇപ്പം യോഗേഷ് രൂരും അവർ പറയുന്നത് പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്, പ്ലാൻ ചെയ്തിട്ടായിരിക്കും വന്നേക്കുന്നത്. പിന്നല്ലാണ്ട് ഇനി ഇപ്പോൾ ഇവരൊക്കെ ബിഗ് ബോസിൽ എത്തും. ഗുല്ലു മിക്കവാറും ബിഗ് ബോസിൻ്റെ വിന്നർ ആവാനും ചാൻസ് ഉണ്ട്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. നമ്മുടെ പ്രിൻസിനെ പോലെ. പ്രിൻസ് ഓഡീസിലെ വിന്നറായിരുന്നു, സ്പ്ലിറ്റ്സ്വില്ലയുടെ വിന്നറാണ്, ബിഗ് ബോസിൻ്റെ വിന്നറായിരുന്നു, ഒരേ ഇതിൽ തന്നെ. അത് കഴിഞ്ഞ് ഖത്തറോക്കെ ഗിലാഡിയും കൂടെ വിന്നറാവും പോരെ. ഇപ്പോൾ ഗുല്ലു മിക്കവാറും അങ്ങനെ തന്നെ പോകും. കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഈ ബിഗ് ബോസ് ഹിന്ദിയിലേക്ക് ചിലപ്പം ഗുല്ലുവിനെക്കാട്ടി നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരെയോ ഒന്നും എടുക്കൂല, ഫേവറേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരെ എടുക്കൂല. അപ്പോൾ ഗുല്ലു തന്നെ ആയിരിക്കുമല്ലോ വിന്നർ. ഓൾറെഡി 38.4 മില്യൺ എൽവിഷൻ്റെയും കൂടെ വോട്ടൊക്കെ കിട്ടിയില്ലേ. അപ്പോൾ പിന്നെ അവർ തന്നെ ആയിരിക്കും വിന്നർ. ഗുല്ലുവും കയറയും വോട്ടിങ്ങിൽ ടോപ്പായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം. കാര്യം ഗുല്ലുവിനും കയറയ്ക്കും ഫാൻ ഫോളോയിങ് ഉണ്ട്. അതുകൂടാതെ ആകാംക്ഷയുടെ ഓപ്പോസിറ്റ് ഈ യോഗേഷിന് ഇഷ്ടപ്പെടാത്തവരാണ് ആകാംക്ഷയുടെ ഫാൻസുകാർ. അപ്പോൾ ആകാംക്ഷയുടെ ഫാൻസുകാരെല്ലാം ഗുല്ലുവിന് വോട്ട് ചെയ്യും. അതേപോലെ എല്ലാം മാറി പറഞ്ഞ് ഇന്നലെയല്ലേ, അതേപോലെ എൽവിഷ് വോട്ട് അപ്പീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൽവിഷിൻ്റെ ആർമിക്കാരൊക്കെ ഗുല്ലുവും കയറാൻ തന്നെയാണ് വിന്നർ.
അതേപോലെ തന്നെ ബിഗ് ബോസിന് മിക്കവാറും അവർ വന്നു കഴിഞ്ഞാൽ വിന്നർ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഈ വോട്ടിംഗ് വെക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ചില ആൾക്കാരുടെ നല്ല വശങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല. ഇപ്പം ഈ സ്പിറ്റ്സ്വില്ല 16 വോട്ടിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ആകാംക്ഷയായിരിക്കും വിന്നർ. അതെ, ആകാംക്ഷ അവിടെ ഒന്നും ചെയ്യണ്ട, ആകാംക്ഷ വെറുതെ ഇങ്ങനെ നിന്നാൽ മതി. ഗ്രാൻഡ് ഫിനാലയുടെ വലിയ വലിയ ടാസ്ക് വരുന്നുണ്ട്. ആകാംക്ഷ മറ്റേ പൂട്ടും തുറന്ന് അവിടെ ഇങ്ങനെ നിന്നാൽ പോലും ബാക്കിയുള്ളവരൊക്കെ ഫസ്റ്റ് അടിക്കും, ആകാംക്ഷ ലാസ്റ്റ് ആയിരിക്കും. എന്നാലും ആകാംക്ഷ ആയിരിക്കും വിന്നർ. കാര്യം വോട്ടിങ്ങിൽ പുള്ളിക്കാരിക്കാണ്, അത് എന്ത് ഫെയർ ആണ്. അപ്പോൾ ഈ വോട്ടിംഗ് ചില സമയത്ത് ഭയങ്കര അൺഫെയർ ആയിട്ടുണ്ട് സത്യമായിട്ടും. ഇപ്പം വോട്ടിംഗ് ഉണ്ടായിരുന്നുവെങ്കിൽ സീസണിൽ നമുക്ക് ആരെയൊക്കെ നഷ്ടപ്പെടുന്നറിയാമോ? രൂരു വന്ന അടുത്ത ആഴ്ച തന്നെ പോകും. കാര്യം ആകാംക്ഷയ്ക്ക് ഫാൻസ് അങ്ങ് കൂടും. ആകാംക്ഷയുടെ ഫാൻസുകാർ രൂരുവിനെ ഔട്ടാക്കും, അനുഷ്കേനെ ഔട്ടാക്കും, ഹിമാൻഷുവിനെ ഔട്ടാക്കും, ദീക്ഷേനെ ഔട്ടാക്കും, മോഹിത്തിനെ ഔട്ടാക്കുമായിരുന്നു, സാൻഡി ഔട്ടാവുമായിരുന്നു, സദഫ് ഉണ്ടാവത്തില്ല, ഇങ്ങനെ കുറേ പേര് ഔട്ടാവുമായിരുന്നു. ഇവരൊന്നും ഉണ്ടാവത്തില്ല, ഇവരെല്ലാവരും ഔട്ടാവും. നോക്കിക്കേ, ഹിമാൻഷു ഇപ്പോൾ പോസിറ്റീവായി, അനുഷ്ക പോസിറ്റീവായി. പക്ഷേ ഇവരുടെ ഒന്നും ഒരു നല്ല സൈഡ് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇവരെയൊക്കെ ഔട്ടാക്കും. ഇഷ്ടമല്ല, ഈ അവനങ്ങ് ഔട്ടായി കിട്ടിയാൽ മതി. ഈ ദീപ്താൻഷു എന്താ ഈ ഗ്രാൻഡ് ഫിനാലയിൽ വന്ന് കാണിച്ചത്? എടാ, ആരെങ്കിലും ഇങ്ങനെയൊക്കെ കാണിക്കുമോ ഇത്രയ്ക്ക് ചീപ്പായിട്ട്? ഹിമാൻഷു ഓൾറെഡി നെഗറ്റീവാണ്. അവനെ പുള്ളിക്കാരനെ ഘോടാന്നാണ്, കുതിര എന്നാണ് വിളിക്കുന്നത്. കുതിരയുടെ മുഖമായിട്ട് വന്നിരിക്കുന്നു. അയ്യേ, എന്ത് മോശ പരിപാടിയാണ്. അത് മാത്രമല്ല, ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഹോസ്റ്റിങ്ങിൻ്റെ കാര്യം ഒന്നും പറയണ്ട. സീസൺ 16 എന്തൊക്കെ ആദ്യമായിട്ടാണ് എനിക്ക് സണ്ണി ലിയോണിയോട് അയ്യേ എന്താ സണ്ണി കാണിക്കണത് എന്ന് തോന്നിയത് ആദ്യമായിട്ട്. അതുവരെ എനിക്ക് സണ്ണി ലിയോണി ഗുള്ളു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നോ ഡോണ്ട് ക്രൈ എന്നൊക്കെ പറയുമ്പോൾ ക്യൂട്ട് എന്നൊക്കെ തോന്നും. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് സണ്ണീനോട് കുറേ കാര്യത്തിൽ, സണ്ണിയുടെ കുറേ ഹോസ്റ്റിങ്ങിൽ എനിക്ക് പിന്നെ ഹോസ്റ്റ് ഈ രണ്ട് കൂട്ടർ അടികൂടെയാണ്. കണ്ടസ്റ്റൻസ് ഒരു ഗ്രൂപ്പ് വേറെ ഗ്രൂപ്പൊരു അടികൂടെയാണ്. ഹോസ്റ്റ് ഒരാളുടെ കൂടെ നിന്ന് മറ്റേ ആളെ കളിയാക്കുന്നു. അങ്ങനെയാണോ ഹോസ്റ്റിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് നിൽക്കുക, അവരെ തടുക്കുക, അല്ലെങ്കിൽ അവരെ ഉപദേശിക്കുക, അത് വേണ്ട ഇത് വേണ്ട അങ്ങനെ എന്ന് പറഞ്ഞ് രണ്ടുപേരുടെ സൈഡിൽ നിന്ന് പറയുക. ഇതങ്ങനെയല്ല, ഹോസ്റ്റ് ഒരാളുടെ കൂടെ നിന്ന് മറ്റേ ആളെ കളിയാക്കുന്നു. ഇയാളെ ഘോടാന്ന് വിളിക്കുമ്പോൾ ഹോസ്റ്റ് ചിരിക്കുന്നു. എന്ത് നാടേത് ഹോസ്റ്റിങ്. നല്ല ടാസ്കുകളും ഇപ്പം മിസ്റ്റീഫ് മേക്കേഴ്സൊക്കെ നല്ല രസമുണ്ടായിരുന്നു, നല്ല രസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടത്. പക്ഷേ ഇവരുടെ ഹോസ്റ്റിങ് എനിക്ക് ഒട്ടും ബയസ്ഡായിട്ടൊക്കെ ചില സമയത്ത് തോന്നിയിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ യോഗേഷ് ആകാംക്ഷയുടെ കാര്യം തന്നെ, ഇവർ മിക്കവാറും ഇതും കൊണ്ട് ബിഗ് ബോസിലെത്തി. യോഗേഷിൻ്റെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിലേക്ക് പോകാനാണ്. മനസ്സിലായി? അത് ആകാംക്ഷയ്ക്കും പ്ലാനിങ് ഉണ്ട്. കാര്യം ഇത്രയും ഫാൻ ഫോളോയിങ് ഇല്ല, അപ്പം നമുക്ക് ബിഗ് ബോസിൽ സപ്പോർട്ട് കിട്ടും. അവിടെ സൽമാനാണ് ഇരിക്കുന്നത്, എന്നാലും പറയാൻ പറ്റില്ല. ഫാൻസ് അല്ലേ, ബ്ലൈൻഡ് ഫാൻസ് കുറേ പേരുണ്ട്, അവരെന്തായാലും വോട്ട് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പം ബിഗ് ബോസിലെത്താം, അത് കഴിഞ്ഞ് ഖത്തറോക്കെ കിലാടി എത്താം. അങ്ങനെയൊക്കെ എങ്ങനെ എത്തിയാലും ബി ട്രൂ ടു യുവർ സെൽഫ്. എവിടെ എത്തിയാലും എനിക്കതേ പറയാനുള്ളൂ. നിങ്ങൾ ലോകം തന്നെ കീഴടക്കിയാലും നിങ്ങളോട് ട്രൂ ആയിട്ടിരിക്കുക. അല്ലാതെ കുറേ കള്ളത്തരങ്ങളും കാണിച്ച്, കുറേ ഫേക്ക് പരിപാടിയും കാണിച്ച്, സിമ്പതിയും പിടിച്ച്, അതൊന്നും അല്ല. ഇതൊക്കെ നിങ്ങൾക്ക് ബ്ലൈൻഡ് ഫാൻസ് ഉണ്ടാവും, നിങ്ങളെ കണ്ട് കരയുന്ന ആരാധകർ എല്ലാവരും ഉണ്ടാവും. പക്ഷേ ബി ട്രൂ ടു യുവർ സെൽഫ്. നിങ്ങളോട് തന്നെ സത്യസന്ധത പാലിക്കുക. ഞാൻ ചെയ്തത് ശരിയാണോ, ഞാൻ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ കറക്റ്റാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ചറിയാം. ദൈവമേ, ഫേമിന് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ കാണിച്ചു കൂട്ടുന്നത്. സോ അത്രയേ ഉള്ളൂ. എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവും. മനസ്സിലായില്ല? ഇതൊക്കെ കുറച്ച് നാളത്തേക്ക് നീർക്കുമിളകളാണ്. ഞാൻ എപ്പോഴും പറയും, നീർക്കുമിള. റിയാലിറ്റി സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ അതാണ്. അത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇപ്പം കരൺ കുന്ദ്ര, അതേപോലെ തന്നെ സണ്ണി, അതേപോലെ റൺവിജയ്. റൺവിജയനെ ഞാൻ മിസ് ചെയ്തു കേട്ടോ ഈ സീസണിൽ ഹോസ്റ്റായിട്ട്. സത്യമായിട്ട് ഇപ്പോൾ റൺവിജയ് ഒന്ന് വന്നിരുന്നെങ്കിലും ഞാൻ വിചാരിച്ചു. റൺവിജയ്, അതേപോലെ തന്നെ കുറേ ആൾക്കാർ, ഈ തേജസ്വിനി, അങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ ഈ ഫീൽഡിൽ കുറേ വർഷങ്ങളായിട്ട് നിൽക്കുന്നത്. അവരെ റുബിന, ഇവരെയൊക്കെ ഒന്ന് കുറേ ആൾക്കാരുണ്ട് അല്ലേ, അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് അവരെങ്ങനെയാണ് അത് നിലനിർത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലാണ്ട് ഒരു 4-3 മാസത്തെ ഒരു ഫെയിമിൽ നിന്നു നമ്മൾ ഭയങ്കരമാണ് അങ്ങനെയൊന്നുമല്ല. അതൊക്കെ ഒരു രീതിയുണ്ട്. നമ്മൾ മറ്റുള്ളവരുടെ ലൈഫ് ചവിട്ടി മെതിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒന്നും നേടാൻ നോക്കരുത്. നമുക്കൊന്നും കിട്ടത്തില്ല. കിട്ടും നമ്മൾ വിചാരിക്കും എല്ലാം കിട്ടുന്ന കുറേ ഫാൻസ് ഉണ്ടാവും, കുറേ ബ്ലൈൻഡ് ഫാൻസൊക്കെ ഉണ്ടാവും. പക്ഷേ കർമ്മ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് കേട്ടോ, അത് ഓർത്ത് വെക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാം നന്നാവട്ടെ, എല്ലാം ശരി. ഇനിയിപ്പോൾ യോഗേഷും ആകാംക്ഷയൊക്കെ മിക്കവാറും ഹിന്ദി ബിഗ് ബോസിലും ഉണ്ടാവും, ഗുല്ലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അങ്ങനെ ഇവരൊക്കെ മിക്കവാറും നമ്മുടെ ഹിന്ദി ബിഗ് ബോസിൽ വരാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട്. വെയിറ്റിംഗ് ഫോർ ഹിന്ദി ബിഗ് ബോസ്. ഹിന്ദി ബിഗ് ബോസും ഓഗസ്റ്റിൽ എത്തും എന്നാണ് പറയുന്നത്. നമ്മുടെ മലയാളം ബിഗ് ബോസിൻ്റെ കൂടെ എനിക്കെല്ലാം കൂടെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഹിന്ദി ബിഗ് ബോസും തമിഴും മലയാളവും ഒക്കെ കൂടെ ഒന്നിച്ചാൽ നമുക്ക് മലയാളമല്ലേ കാണാൻ പറ്റൂ. ഫസ്റ്റ് പ്രിഫറൻസ് മലയാളമാണ്. അപ്പം മലയാളം ബിഗ് ബോസിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.